ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ഥാനിയെ ഫോണിൽ വിളിച്ചാണ് മാപ്പ് പറഞ്ഞത്. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചത്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. അല്പസമയത്തിനകം ഇരു നേതാക്കളും മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അൻവർ പാലേരി ദോഹയിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. അൻവർ, ഖത്തർ പ്രധാനമന്ത്രിയെ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് സംസാരിച്ചു, മാപ്പ് പറഞ്ഞു എന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നതാണ്. അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അത്തരത്തിൽ ടെലിഫോൺ സംഭാഷണത്തിൽ നെതന്യാഹു മുതിർന്നത് എന്നുകൂടി വ്യക്തമാവുന്നു. നേരത്തെയുള്ള ആക്രമണത്തിൽ മാപ്പ് ചോദിച്ചാണ് ആ കോൾ പോയത് എന്ന വിവരങ്ങൾ കൂടി വരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബർ 9-നാണ് ഗസ വിഷയത്തിൽ ഈജിപ്തും അമേരിക്കയുമായി ചേർന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഖത്തറിനെതിരെ തികച്ചും അപ്രതീക്ഷിതമായി ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിലെ ലഖ്വിയയിലെ ഉന്നത ഉദ്യോഗസ്ഥനുൾപ്പെടെ 6 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മുഴുവൻ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അതുപോലെ തന്നെ തൊട്ടു പിന്നാലെ അറബ് ലീഗ് യോഗം ചേർന്ന് ഈ വിഷയത്തിൽ ഖത്തറിന്റെ പ്രതിഷേധം, അതുപോലെ തന്നെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഖത്തർ ഇക്കാര്യത്തിൽ വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വാഷിംഗ്ടണിൽ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്കിടെ ഖത്തർ പ്രധാനമന്ത്രിയെ നെതന്യാഹു ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് ഖത്തറിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടത്. അൽ ജസീറ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം ഈ വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നിനി നടക്കാൻ പോകുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിന് ശേഷം, നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഖത്തറിന്റെ ഔദ്യോഗികമായ പ്രസ്താവനകൾ എന്തെങ്കിലും ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിത്ത്, ശരി. അൻവർ പാലേരിയാണ് ദോഹയിൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അൻവർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ആ വാർത്താ സമ്മേളനം, സംയുക്ത വാർത്താ സമ്മേളനം, ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് നടത്തുന്ന വാർത്താ സമ്മേളനം ന്യൂയോർക്കിൽ ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സമാധാന നീക്കങ്ങൾ, നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.